നമസ്കാരം. ഗ്രാമീണ വാർത്തകളിലേക്ക് സ്വാഗതം. നാട്ടിക ബീച്ചിൽ ശോചനീയ അവസ്ഥയിലായ പാർക്ക് നാട്ടിക പഞ്ചായത്ത് ഏറ്റെടുത്ത് അറ്റകുറ്റപ്പണികൾ തീർത്ത് പൊതുജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ തയ്യാറാകണമെന്ന് DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ്. പാർക്കിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് നാട്ടിക മണ്ഡലം കമ്മിറ്റി ബീച്ചിൽ നടത്തിയ സായാഹ്ന ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു CM നൌഷാദ്. 8 വർഷം മുൻപ് DTPCയുടെ നേതൃത്വത്തിൽ നാട്ടിക ബീച്ചിൽ പണിത പാർക്ക് തകർന്ന് ഇഴജന്തുക്കളുടെ ആവാസ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. കോടികൾ ചെലവാക്കി പണിത പാർക്കിൻ്റെ നിർമ്മാണ അഴിമതി വിജിലൻസ് അന്വേഷിക്കണമെന്നും MLA നാട്ടിക ബീച്ചിനോട് കാണിക്കുന്ന അവഗണന അവസാനിപ്പിക്കണമെന്നും പാർക്കിൻ്റെ അറ്റകുറ്റപ്പണി നടത്തി പാർക്ക് ജനങ്ങൾക്ക് തുറന്നുകൊടുക്കാൻ MLA തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം കോൺഗ്രസ് MLA ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുമെന്നും CM നൌഷാദ് കൂട്ടിച്ചേർത്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം പ്രസിഡന്റ് PM സിദ്ദീഖ് അധ്യക്ഷത വഹിച്ചു. ബീച്ചിൽ സ്മാരകമായി നിൽക്കുന്ന പാർക്കിന് മുൻപിൽ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി റീത്ത് വെച്ച് പ്രതിഷേധിച്ചു. DCC ജനറൽ സെക്രട്ടറിമാരായ നൌഷാദ് ആറ്റുപറമ്പത്ത്, VR വിജയൻ, ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ CG അജിത് കുമാർ, CS മണികണ്ഠൻ, TV ഷൈൻ, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് P വിനു, മത്സ്യത്തൊഴിലാളി നേതാക്കളായ PC ജയപാലൻ, ബാബു പനക്കൽ, ജയ സത്യൻ, വാർഡ് മെമ്പർ KR ദാസൻ, AB ഹരിലാൽ എന്നിവർ സംസാരിച്ചു. റീന പത്മനാഭൻ, KV സുകുമാരൻ, സുബ്രഹ്മണ്യൻ PM, ബിന്ദു പ്രദീപ്, KK വാസു, CK മണികണ്ഠൻ, ഹേമലത പ്രേമൻ, ജീജ ശിവൻ, കമല ശ്രീകുമാർ, PC മോഹനൻ പുലാക്കപ്പറമ്പിൽ, കണ്ണൻ പനക്കൽ, അഭിഷേക് ചളിങ്ങാട്ട്, രഘു നായരിശ്ശേരി, ലളിത മോഹൻദാസ്, ഷൺമുഖൻ, കുട്ടൻ UK, പത്മിനി എന്നിവരും പങ്കെടുത്തു. മണപ്പുറം സമീക്ഷയുടെ നേതൃത്വത്തിൽ കാരമുക്കിൽ സംഘടിപ്പിച്ച ചെറുകഥ ക്യാമ്പിൻ്റെ സമാപന സമ്മേളനം MP സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. മണപ്പുറം സമീക്ഷാ പ്രസിഡന്റ് VN രണദേവ് അധ്യക്ഷത വഹിച്ചു. VR സുധീഷ്, VG തമ്പി, VK ദീപ, ഫ്രാൻസിസ് നറോണ, സന്തോഷ് എച്ചിക്കാനം, സത്യനന്ദിക്കാട് എന്നിവർ വിവിധ വിഷയങ്ങളിൽ ക്യാമ്പ് അംഗങ്ങളുമായി സംവദിച്ചു. സെക്രട്ടറി TS സുനിൽകുമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത്, TR ഹാരി, PD ഷാജി, TV സുഗതൻ, ടോളി വിനീഷ്, ദൃശ്യ എന്നിവർ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ തൃശൂർ സന്ദർശനത്തോടനുബന്ധിച്ചുള്ള മഹിളാ സമ്മേളനത്തിൻ്റെ ഭാഗമായി മഹിളാ മോർച്ച വാടനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ വിളംബര ജാഥ നടത്തി. മഹിളാ മോർച്ച മണ്ഡലം പ്രസിഡന്റ് സിന്ധു മദനൻ, പഞ്ചായത്ത് പ്രസിഡന്റ് സൗമ്യ രമേശ്, ജനറൽ സെക്രട്ടറി ജലജ രമേശ്, BJP സംസ്ഥാന കമ്മിറ്റി അംഗം J രമാദേവി, BJP മണ്ഡലം സെക്രട്ടറി ശാലിനി ജിനീഷ്, മുതിർന്ന പ്രവർത്തകരായ ഷീജ കാർത്തികേയൻ, കല, സുമ നാരായണൻ, വിലാസിനി, ലിനി ലതീഷ്, സാൻഡി ബിജു, അഞ്ജു ഹരീഷ്, സുശീല സുബ്രൻ എന്നിവർ നേതൃത്വം നൽകി. സമാപന യോഗം BJP മണലൂർ മണ്ഡലം പ്രഭാരി ജോഷി ബ്ലാങ്ങാട്ട് ഉദ്ഘാടനം ചെയ്തു. വെങ്കിടങ്ങ് ലയൺസ് ക്ലബ്ബ് 4ാം വാർഷികവും പുതുവർഷാഘോഷവും ചാർട്ടേഡ് ഡേയും കുടുംബസംഗമവും ആഘോഷിച്ചു. ലയൺ ഡിസ്ട്രിക്ട് ഗവർണർ ടോണി അനോക്കാരൻ ഉദ്ഘാടനം ചെയ്തു. ക്ലബ്ബ് പ്രസിഡന്റ് ലയൺസ് സന്തോഷ് കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു. സെക്രട്ടറി MA ദാസൻ, ക്യാബിനറ്റ് സെക്രട്ടറി ബാലകൃഷ്ണൻ, തോമസ്, ചാർട്ടർ പ്രസിഡന്റ് ദിനേശൻ, വേണു വേലായുധൻ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ക്ലബ്ബിലെ 70 വയസ്സിന് മുകളിലുള്ള അംഗങ്ങളെ ഗവർണർ ആദരിച്ചു. പുതുതായി ക്ലബ്ബ് അംഗത്വം നേടിയവരെ ഗവർണർ ഇൻഡക്ഷൻ നടത്തി. തുടർന്ന് കുട്ടികളുടെ കലാപരിപാടിയും ഗാനമേളയും അരങ്ങേറി. 39 വർഷത്തെ സേവനത്തിന് ശേഷം പഴുവിൽ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ നിന്നും വിരമിക്കുന്ന വാദ്യശ്രേഷ്ഠ പഴുവിൽ രഘുമാരാർക്ക് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് യോഗം ദേവസ്വം ബോർഡ് മെമ്പർ പ്രേമരാജൻ ചൂണ്ടാലത്ത് ഉദ്ഘാടനം ചെയ്തു. പഴുവം ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ അധ്യക്ഷത വഹിച്ചു. മുൻ കൃഷി വകുപ്പ് മന്ത്രി VS സുനിൽകുമാർ ഉപഹാര സമർപ്പണം നടത്തി. ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി സെക്രട്ടറി M മനോജ് കുമാർ, ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് PA ദേവിദാസ്, സെക്രട്ടറി MN സുബ്രഹ്മണ്യൻ, ട്രഷറർ EC അനിൽ, രക്ഷാധികാരി MK ബാബുരാജ്, അന്തിക്കാട് പത്മനാഭൻ, ഗോപൻ പഴുവിൽ, മാതൃവേദി പ്രസിഡന്റ് വിജയ വള്ളൂക്കാട്ടിൽ, നീതു പ്രദീപ്, ഹരിദാസൻ എമ്പ്രാന്തിരി എന്നിവർ സംസാരിച്ചു. തുടർന്ന് പഴുവം ദേവസ്വത്തിൻ്റെ കീഴിലുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള വനിതാ അംഗങ്ങളുടെ കലാപരിപാടികളും അരങ്ങേറി. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മഹാത്മാഗാന്ധി ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി 2023-24 സാമ്പത്തിക വർഷത്തെ സോഷ്യൽ ഓഡിറ്റ് പബ്ലിക് ഹിയറിംഗ് വാടനപ്പള്ളി പഞ്ചായത്ത് EMS ഹാളിൽ സംഘടിപ്പിച്ചു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി AN തോമസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങൾ, ഭരണസമിതി അംഗങ്ങൾ, തൊഴിലുറപ്പ് പ്രവർത്തകർ, കർഷകർ, ലൈഫ് ഗുണഭോക്താക്കൾ, തൊഴിലുറപ്പ് ഗുണഭോക്താക്കൾ, കുടുംബശ്രീ CDS ADS അംഗങ്ങൾ, പൊതുജനങ്ങൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. ബ്ലോക്ക് പഞ്ചായത്ത് ജനറൽ എക്സ്റ്റൻഷൻ ഓഫീസർ CV ജോസ് പബ്ലിക് ഹിയറിംഗ് അധ്യക്ഷനായി. സോഷ്യൽ ഓഡിറ്റ് ബ്ലോക്ക് റിസോഴ്സ് പേഴ്സൺ ശ്രുതിമോൾ ഓഡിറ്റ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. തലക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ ജലവിഭവ സംരക്ഷണ പദ്ധതിയുമായി ബന്ധപ്പെട്ട്
ആശയവിനിമയ ശില്പശാല സംഘടിപ്പിച്ചു. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന ശില്പശാല തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. വാടനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷത വഹിച്ചു. ഭൂവിനിയോഗ ബോർഡ് സോയിൽ സയൻസ് സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ അരുൺജിത്ത് P പദ്ധതി വിശദീകരണം നടത്തി. ഹൈഡ്രോളജിയോളജി വകുപ്പിലെ ബാലു ജേക്കബ് ഏങ്ങണ്ടിയൂർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഗീതു കണ്ണൻ, ബ്ലോക്ക് മെമ്പർമാരായ V കല, ബഗീഷ് പൂരാടൻ എന്നിവർ സംസാരിച്ചു. നാട്ടിക ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി ബാബു, തളിക്കുളം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് അനിത, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ എന്നിവരും പങ്കെടുത്തു. ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും പങ്കെടുത്ത ചർച്ചയിൽ ഭൂവിനിയോഗ ബോർഡ് ജിയോളജിക്കൽ അസിസ്റ്റന്റ് അനന്തൻ, K ദിലീപ്, പഞ്ചായത്തുകളിലെ റിസോഴ്സ് പേഴ്സൺമാർ തുടങ്ങിയവർ മോഡറേറ്റർമാരായി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിലെ 5 പഞ്ചായത്തിലെയും കിണറുകൾ, തോടുകൾ, കുളങ്ങൾ തുടങ്ങിയ ജലസ്രോതസ്സുകളുടെ സംരക്ഷണവും പരിപാലനത്തിനുമായുള്ള പദ്ധതി രേഖ തയ്യാറാക്കുകയാണ് പ്രൊജക്ടിൻ്റെ ലക്ഷ്യം. വാടനപ്പള്ളി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസ് 139 ജന്മദിനാചരണം സംഘടിപ്പിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് അഡ്വക്കേറ്റ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. DCC ജനറൽ സെക്രട്ടറി CM നൌഷാദ് മുഖ്യപ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ് മുഖ്യാതിഥിയായിരുന്നു. ബ്ലോക്ക് സെക്രട്ടറിമാരായ PK ഉസ്മാൻ, സുഗന്ധിനി ഗിരീഷ്, മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് ഷീജ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ഗിൽസ തിലകൻ, മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് ജില്ലാ വൈസ് പ്രസിഡന്റ് IP പ്രഭാകരൻ, കർഷക കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി AT അബ്ദുള്ള, മണ്ഡല ഭാരവാഹികളായ CM രഘുനാഥ്, MT റഫീഖ്, പരമേശ്വരൻ തിരിയാടത്ത്, AA മുഹമ്മദ്, രാഘനാഥൻ വൈക്കാട്ടിൽ തുടങ്ങിയവർ സംസാരിച്ചു. 70 വയസ്സ് കഴിഞ്ഞ പഴയകാല നേതാക്കളെയും പ്രവർത്തകരെയും ചടങ്ങിൽ ആദരിച്ചു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ സമാപിക്കുന്നു. നമസ്കാരം.